നിങ്ങളുടെ കുഞ്ഞിന് ആവശ്യത്തിന് മുലപ്പാൽ കിട്ടുന്നുണ്ടോ എന്ന് വിഷമിക്കുന്ന അമ്മയാണോ നിങ്ങൾ? ആദ്യത്തെ കുറച്ചാഴ്ചകളിൽ തന്നെ പല അമ്മമാരും ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ കുറവാണെന്ന് സംശയിക്കാൻ തുടങ്ങുന്നു. എന്നാൽ സത്യം ഇതാണ്: മിക്ക കേസുകളിലും നിങ്ങളുടെ ശരീരം നിങ്ങളുടെ കുഞ്ഞിന് ആവശ്യമുള്ളത് കൃത്യമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അനാവശ്യമായ സപ്ലിമെന്റുകളോ കുപ്പികളോ ഇല്ലാതെ നിങ്ങളുടെ പാൽ ഉൽപാദനം വർദ്ധിപ്പിച്ച് എക്സ്ക്ലൂസീവായി ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യാനുള്ള വഴികളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അണ്ടർസ്റ്റാൻഡിംഗ് ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ. ആദ്യം മുലപ്പാൽ ഉൽപാദനം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ബ്രസ്റ്റ് മിൽക്ക് സപ്ലൈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ കുഞ്ഞ് ഇടയ്ക്കിടെ പലതവണയായി കുടിക്കുന്തോറും നിങ്ങളുടെ ശരീരം കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നു. അതിനാൽ സപ്ലിമെന്റുകളെ കുറിച്ച് വിഷമിക്കുന്നതിന് മുൻപ് ആദ്യം നിങ്ങളുടെ കുഞ്ഞ് മുലപ്പാൽ നന്നായി കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഓർക്കുക, കുഞ്ഞ് കരയുന്നത് എപ്പോഴും വിശപ്പിന് വേണ്ടി മാത്രമല്ല. കുഞ്ഞുങ്ങൾ പല കാരണങ്ങളാൽ കരയും. അവർക്ക് ക്ഷീണമുണ്ടായിരിക്കാം, ഡയപ്പർ മാറ്റാൻ വേണ്ടിയായിരിക്കാം, അല്ലെങ്കിൽ വെറുതെ ഒന്ന് എടുക്കാൻ വേണ്ടിയുമായിരിക്കാം. എല്ലാ കരച്ചിലും വിശപ്പിനാണെന്ന് കരുതുന്നതിന് പകരം വിരലുകൾ കുടിക്കുക അല്ലെങ്കിൽ തല തിരിക്കുക പോലെ വിശപ്പിന്റെ സൂചനകൾ ശ്രദ്ധിക്കുക. എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആൻഡ് അവോയ്ഡിംഗ് ബോട്ടിൽസ്. മുലപ്പാൽ കൂട്ടുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ മുലയൂട്ടൽ മാത്രമാണ് ഏറ്റവും നല്ല സമീപനം. ഇതിനർത്ഥം മെഡിക്കൽ അഡ്വൈസ് ഇല്ലാതെ ഫോർമുല ടോപ്പപ്പുകളോ കുപ്പികളോ ഉപയോഗിക്കരുത് എന്നാണ്. ആദ്യ ആഴ്ചകളിൽ കുപ്പിപ്പാൽ നൽകുമ്പോൾ കുഞ്ഞ് മുലപ്പാൽ കുടിക്കുന്നത് കുറയും. ഇത് നിങ്ങളുടെ ശരീരം പാൽ കുറയ്ക്കുന്നതിനുള്ള സൂചനയായി കരുതും. നിങ്ങളുടെ കുഞ്ഞ് കുടിക്കുന്ന ഓരോ ഫീഡും നിങ്ങളുടെ ശരീരത്തോട് പറയും കൂടുതൽ പാൽ ഉണ്ടാക്കുക എന്ന്. സയൻസ് ബേബി ഈസ് ഗെറ്റിംഗ് ഇനഫ് മിൽക്ക്. നിങ്ങളുടെ കുഞ്ഞ് ആവശ്യത്തിന് മുലപ്പാൽ കുടിക്കുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം? അവർ എത്ര നേരം മുലപ്പാൽ കുടിക്കുന്നു എന്ന് മാത്രം നോക്കരുത്. പകരം ഇവ പരിശോധിക്കുക. നിങ്ങളുടെ കുഞ്ഞിന് സ്ഥിരമായ ശരീരഭാരം കൂടും. 24 മണിക്കൂറിനുള്ളിൽ കുറഞ്ഞത് 8 മുതൽ 10 നനഞ്ഞ ഡയപ്പറുകൾ. മിക്ക ഫീഡിങ്ങിന് ശേഷവും കുഞ്ഞ് സംതൃപ്തനാണെന്ന് തോന്നും. ഇവയെല്ലാം ശരിയാണെങ്കിൽ നിങ്ങളുടെ ബ്രസ്റ്റ് എല്ലായ്പ്പോഴും നിറഞ്ഞതായി തോന്നിയില്ലെങ്കിലും കുഞ്ഞിന് ആവശ്യമുള്ള മുലപ്പാൽ കിട്ടുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. ഫീഡിംഗ് ടെക്നിക്സ് ടു ബൂസ്റ്റ് സപ്ലൈ. എപ്പോഴും ഒരു ഫീഡിംഗ് സെഷനിൽ ഒരു ബ്രസ്റ്റ് നൽകുക എന്നതാണ് എളുപ്പവഴി. അങ്ങനെ കുഞ്ഞ് അടുത്ത സൈഡ് കുടിക്കുന്നതിന് മുൻപ് പാൽ നന്നായി വറ്റിച്ച് കളയുന്നു. നല്ലോണം മുലപ്പാൽ കുടിച്ച ബ്രസ്റ്റ് കൂടുതൽ പാൽ ഉൽപ്പാദിക്കുന്നതിനുള്ള സൂചനയായി കരുതും. ആദ്യത്തെ 2 ആഴ്ചകളിൽ പകലും രാത്രിയും ഓരോ 2 മണിക്കൂറുകളിൽ മുലയൂട്ടാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആവശ്യാനുസരിച്ച് മുലയൂട്ടണം. ഗ്രോത്ത് സ്പേർട്ട് നടക്കുമ്പോൾ കൂടുതൽ തവണ മുലയൂട്ടുന്നത് സാധാരണമാണ്. മാത്രമല്ല പാൽ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനമായി ഡീപ്പ് ലാച്ചിങ് ഉണ്ടോ എന്ന് പരിശോധിക്കുക. ലാച്ച് ഡീപ്പ് അല്ലെങ്കിൽ കുഞ്ഞിന് ആവശ്യമുള്ള മുലപ്പാൽ കിട്ടില്ല. ഇത് പാൽ ഉൽപാദനം കുറയ്ക്കും. നിങ്ങളുടെ കുഞ്ഞിൻ്റെ വായ വിശാലമായി തുറന്നിരിക്കുന്നുണ്ടെന്നും താടി നിങ്ങളുടെ മുലയിൽ സ്പർശിക്കുന്നുണ്ടെന്നും ചുണ്ടുകൾ പുറത്തേക്ക് വിരിച്ചിരിക്കുന്നുണ്ടെന്നും കൂടുതൽ ഏരിയോള കവർ ചെയ്തിരിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കുക. ന്യൂട്രീഷൻ ഫോർ മിൽക്ക് സപ്ലൈ. ഇടയ്ക്കിടെ മുലപ്പാൽ കൊടുക്കുന്നത് പാൽ ഉൽപാദനത്തിന് പ്രധാന കാരണമെങ്കിലും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും ഒരു പങ്ക് വഹിക്കുന്നു. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, മുട്ട, ചിക്കൻ, ഫിഷ്, പരിപ്പ്, പയറ്, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ നിങ്ങളുടെ ശരീരത്തെ വീണ്ടെടുക്കാനും പാൽ ഉൽപ്പാദിക്കാനും സഹായിക്കുന്നു. പച്ച ഇലക്കറികൾ, ചീര, മുരിങ്ങയില എന്നിവ കഴിക്കുക. ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഫ്രഷ് ഫ്രൂട്ട്സ്. ബാദാം, വാൾനട്ട്, ഈന്തപ്പഴം, സീസണൽ ഫ്രൂട്ട്സ് എന്നിവ എനർജിക്ക് വേണ്ടി ആരോഗ്യകരമായ കൊഴുപ്പും ഹെൽത്തി ഷുഗറും നൽകുന്നു. ആവശ്യത്തിന് ജലാംശം. ദിവസം മുഴുവൻ പതിവായി വെള്ളം കുടിക്കുക. ഒരു ദിവസം മിനിമം 1.5 ലിറ്റർ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഈ ഭക്ഷണങ്ങൾ നിങ്ങളെ ഹെൽത്തി ആയിരിക്കാൻ സഹായിക്കും. അതുവഴി നിങ്ങളുടെ ശരീരത്തിന് കുറയാതെ പാൽ ഉൽപ്പാദിക്കുന്നത് തുടരാൻ കഴിയും. മുലയൂട്ടൽ ഒരു യാത്രയാണ്. ഓരോ അമ്മയും കുഞ്ഞും വ്യത്യസ്തരാണ്. നിങ്ങളുടെ കുഞ്ഞ് നന്നായി വളരുന്നുണ്ടെങ്കിൽ, ആവശ്യത്തിന് നനഞ്ഞ ഡയപ്പറുകൾ ഉണ്ടെങ്കിൽ, ഫീഡിങ്ങിന് ശേഷം സംതൃപ്തനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ വിശ്വസിക്കുക. മുലപ്പാൽ അളവ് വർദ്ധിപ്പിക്കാൻ ഇടയ്ക്കിടെ മുലയൂട്ടുക. ഡീപ്പ് ലാച്ചിങ് ഉറപ്പാക്കുക. അനാവശ്യ കുപ്പികൾ ഒഴിവാക്കുക. കാലക്രമേണ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടും. നിങ്ങൾക്കിപ്പോഴും ആശങ്കയുണ്ടെങ്കിൽ മുലയൂട്ടൽ നിരീക്ഷിക്കാനും നിങ്ങളുടെ കുഞ്ഞിൻ്റെ മുലയൂട്ടൽ പരിശോധിക്കാനും ഒരു ലാക്ടേഷൻ കൺസൾട്ടൻറ്റിൻ്റെ സഹായം തേടുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.